മൂന്നുമണി വാർത്തയിലേക്ക് വിശദമായി. ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തു. ഉച്ചയ്ക്ക് 1:15 ചെത്തിപ്പുഴ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡാൻ കുര്യൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഡാൻ, ദീർഘനാളായി ചികിത്സയിലായിരുന്നു, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ കാലം ചെയ്തത് ഉച്ചയ്ക്ക് 1:15 കൂടിയാണ്. ചെത്തിപ്പുഴ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡാൻ, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ദീർഘനാളെ ചികിത്സയിലായിരുന്നു. എന്തോ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് 1:15 92 വയസ്സുണ്ടായിരുന്ന കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ക്രാന്തദർശിയായ പിതാവ് എന്ന വിശേഷണം നേടിയ മാർ ജോസഫ് പൗവത്തിൽ കാലം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 92ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചും കാഞ്ഞിരപ്പള്ളി അതിരൂപതയെ സംബന്ധിച്ചുമൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണ് സീറോ മലബാർ സഭയുടെ ഒരു നിർണായകമായ കാലഘട്ടത്തിൽ 22 വർഷത്തോളം ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച ഒരു മഹനീയ വ്യക്തിത്വമാണ് മാർ ജോസഫ് പൗവത്തിൽ. അദ്ദേഹം 1930 ഓഗസ്റ്റ് 14 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുറുമ്പനാടം അസംഷൻ ഇടവകയിലെ അതിപുരാതനമായ പൗവത്തിൽ കുടുംബത്തിൽ ജനിച്ചു. അതിനുശേഷം വൈദിക വൃത്തിയോടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു വൈദികനാക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ പുളിയങ്കുന്ന ഹോളി ഫാമിലി LP സ്കൂളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് SB കോളേജ് വരെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലം തുടർന്നു. 1962 ഒക്ടോബർ 3 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത്. തുടർന്ന് 1972 ജനുവരി 29 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. 1972 ഫെബ്രുവരി 13 റോമിൽ വെച്ച് റോഷി അഗസ്റ്റിൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ, മാർ ജോസഫ് പൗവത്തിൽ കാലം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള കാലഘട്ടം അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല കേരള രാഷ്ട്രീയ സമൂഹത്തിന് എല്ലാം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? പിതാവിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. വേദഹിതത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ സിംഹാസനത്തോട് വിധേയപ്പെട്ട സീറോ മലബാർ സഭയുടെ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ എക്കാലവും പ്രയത്നിച്ച മഹത് വ്യക്തിത്വമായിരുന്നു അഭിമന്യ പിതാവ്. അഭിമന്യ പിതാവിനെ കുറിച്ച് പരിണിച്ച് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. സീറോ മലബാർ സഭയുടെ കിരീടം എന്നാണ് പൗവത്തിൽ പിതാവിനെ വിശേഷിപ്പിച്ചത്. അത് വലിയൊരു അംഗീകാരമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും സഭയോടും സമുദായത്തോടും പൊതുസമൂഹത്തോടും ഒക്കെ പുലർത്തിയ വലിയ പ്രവർത്തനത്തിന്റെ അംഗീകാരമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ആനുകാലിക സാമൂഹിക വിഷയങ്ങളിൽ ശ്രദ്ധേയനായിരുന്നു. പിതാവിന്റെ ഇടപെടലുകൾ അതിൽ കൂടെ തന്നെ വ്യക്തമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് അക്കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എല്ലാ മേഖലയിലും കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാനും അതോടൊപ്പം സഭയും സമുദായവും ആ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ കിടകൊടുക്കുന്ന സന്ദർഭങ്ങളിലും സംരക്ഷിക്കപ്പെടുവാനും പിതാവ് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയേണ്ടത് പറയാൻ പഠിക്കാത്ത എന്നാൽ അത് സ്നേഹമസൃണമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ പിതാവിന്റെ കഴിവ് അപാരമായിരുന്നു. ആ പാണ്ഡിത്യം അത് പ്രത്യേകമായി വിളിച്ചറിയിക്കുന്നു. വളരെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്നലെയും രോഗശീലായ സന്ദർഭത്തിൽ വളരെ വൈകിയും എനിക്ക് ചങ്ങനാശ്ശേരി എത്തി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ പിതാവിനെ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും പിൻകാല അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം പിതാവിനെ കുറിച്ചുള്ള സ്മരണകളാണ് ഉയർത്തുന്നത്. പിതാവിന്റെ അഗാധമായ വേർപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തട്ടെ. ഈ സീറോ മലബാർ സഭയുടെ ഒരു തനത് ആരാധനക്രമം പുനരുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൗവത്തിൽ പിതാവാണ്. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വിഷയങ്ങളിൽ പോലും കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ഒരു ആത്മീയ ആചാര്യൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം അത് സീറോ മലബാർ സഭയ്ക്ക് എത്രത്തോളം ആഴമേറിയതാണ്? അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. സീറോ മലബാർ സഭയുടെ കിരീടം എന്നാണ് പാപ്പ പിതാവിനെ വിശേഷിപ്പിച്ചത്. എല്ലാ തലത്തിലും അതിന് ഇതിൽ വലിയ അംഗീകാരം ലഭിക്കാനായിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ കിടകൊടുക്കാൻ, സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ, അതിന് നേതൃത്വം കൊടുക്കാനൊക്കെ പിതാവ് കാണിച്ച താല്പര്യം വിദ്യാഭ്യാസ പുരോഗതിയുടെ ലക്ഷ്യം കൈവരിക്കുവാനായിട്ട് സാധിച്ച
കേരള പൊതുസമൂഹത്തിന്റെ വീക്ഷണത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണെന്നുള്ളത് സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും. വളരെ നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചതിന്. ഡാൻ കുര്യൻ വീണ്ടും ചേരുകയാണ്. ഡാൻ, പാണ്ഡിത്യം കൊണ്ട്, നിലപാടുകളിലെ ഒരു വ്യക്തത കൊണ്ട് ഒക്കെ ശ്രദ്ധേയനായിരുന്നു മാർ ജോസഫ് പൗവത്തിൽ. അദ്ദേഹത്തിൻ്റെ ഈ മരണം, അദ്ദേഹത്തിൻ്റെ വിയോഗം സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നഷ്ടകരമാണ്? ഈ സീറോ മലബാർ സഭയെ മറ്റ് സഭകളുമായി അല്ലെങ്കിൽ മറ്റ് സഭാ നേതൃത്വങ്ങളുമായി മറ്റ് സാമുദായിക നേതൃത്വങ്ങളുമായി ഒക്കെ കോർത്തിണക്കിയിരുന്ന ഒരു ചരടായിരുന്നു, ഒരു സ്വർണ്ണ നൂലായിരുന്നു ആ മാർ ജോസഫ് പൗവത്തിൽ. കാരണം അത്രമാത്രം ഹൃദയബന്ധം, വ്യക്തിബന്ധം മറ്റ് സഭാപിതാക്കന്മാരുമായി സാമുദായിക നേതൃത്വമൊക്കെയായി കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വൈഭവം, ഒരു പ്രാഗൽഭ്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അന്തരിച്ച NSSന്റെ മുൻ ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർ സാറുമായി അടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിബന്ധം അത് വലിയ തരത്തിൽ അത് കാഞ്ഞിരപ്പള്ളിയെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച്, പെരുന്നയെ സംബന്ധിച്ചൊക്കെ അത് ആ നാടിൻ്റെ ഒരു ചരിത്രമായി തന്നെ മാറിയിരുന്നു. കാരണം അത്രയ്ക്ക് അഭേദ്യമായ ഒരു വ്യക്തിബന്ധം NSSന്റെ നേതൃത്വവുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സാമുദായിക സംഘടനയുടെ നേതൃത്വവുമായിട്ടൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ മാർ ജോസഫ് പൗവത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി സഭ വെല്ലുവിളികൾ നേരിട്ട സമയങ്ങളിൽ എല്ലാം കൃത്യമായ നിലപാടുകളിലൂടെ സഭയുടെ നിലപാട് യാതൊരു അവ്യക്തതയും കൂടാതെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കുന്നതിനും സഭയുടെ മക്കൾക്ക് വേണ്ടി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുമ്പിൽ നിന്ന് അവരെ നയിക്കുന്നതിനുമൊക്കെ മാർ ജോസഫ് പൗവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ 1977 ഫെബ്രുവരി മാസം 26-നാണ് കാഞ്ഞിരപ്പള്ളി രൂപത രൂപം കൊള്ളുന്നത്. പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്ത് ഈ സമയം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ആൻഡ്രൂസ് താഴത്ത് ചികിത്സയിലായിരുന്നു, പക്ഷേ ആ വിയോഗം അത് എത്രത്തോളം വലിയ വിയോഗമാണ് സഭയെ സംബന്ധിച്ച്? അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവ് ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ CBCIയുടെ മുൻ പ്രസിഡന്റ്, കേരള കത്തോലിക്ക സഭയുടെ KCBCയുടെ മുൻ പ്രസിഡന്റ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപോലീത്ത, മുൻ സഹായ മെത്രാൻ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യത്തെ മെത്രാൻ തുടങ്ങിയ നിലകളിൽ മാത്രമല്ല സാർവത്രിക സഭയിൽ വത്തിക്കാനിലെ വിവിധ സമിതികളിൽ അംഗമായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. ഭാരത സഭയ്ക്ക്, കേരള സഭയ്ക്ക്, കേരളത്തിൽ തന്നെ വലിയ നേതൃത്വം നൽകിയിട്ടുള്ള അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവിന്റെ ദേഹവിയോഗത്തിൽ കേരളത്തിന്റെ, ഭാരതത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള വലിയ നേതൃത്വത്തിനും നന്ദിക്കും ഞാനും നന്ദി രേഖപ്പെടുത്തുകയാണ്. CBCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പിതാവിനെ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ, ഭാരത സഭയുടെ പ്രത്യേകമായിട്ടുള്ള ആദരാഞ്ജലികൾ ഇത്തരുണത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അഭിമന്യ പൗവത്തിൽ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ വരുന്നത് വലിയ ഒരു ആത്മീയ ആചാര്യൻ, അതോടൊപ്പം തന്നെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ദർശനങ്ങൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ശക്തമായി നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ്. അദ്ദേഹത്തെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും ആരാധനാക്രമ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നും സഭയുടെ ചൈതന്യത്തോട്, പരിശുദ്ധ പിതാക്കന്മാർ പറയുന്ന, മാർപ്പാപ്പമാർ പറയുന്ന ആ ചൈതന്യത്തോട് തന്നെ ചേർന്ന് നിൽക്കുകയും ഒപ്പം മെത്രാൻ സമിതിയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നാൽ കേരളം അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുക ഒരു വലിയ വിദ്യാഭ്യാസ വിദഗ്ധൻ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി തന്നെ വാദിച്ച വ്യക്തിത്വം എന്ന് തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പല പ്രതിസന്ധികളിൽ കേരള നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം തന്നെ ഉറ്റുനോക്കിയിരുന്നത് പൗവത്തിൽ പിതാവ് എന്തു പറയുന്നു എന്നതാണ്. അദ്ദേഹം തന്നെ SB കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ പ്രഗത്ഭനായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തമായ ദിശാബോധത്തോടെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം എന്നും നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്ര മതഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചിരുന്നത്. ചങ്ങനാശ്ശേരിയിലെ NSS ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം മറ്റു എല്ലാ മതങ്ങളുമായും, പ്രത്യേകിച്ച് എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ എന്ന നിലയിൽ എല്ലാ
ക്രൈസ്തവ വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകുന്നതിന് പൗത്തിൽ പിതാവ് എടുത്ത നേതൃത്വം കേരളത്തിലെ എല്ലാ മതത്തിലും ജാതിയിലും വർണ്ണത്തിലും സഭാവിഭാഗങ്ങളും പെട്ടവർ ഓർക്കുമെന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം സാർവത്രിക സഭയിലും ഭാരത സഭയിലും ചെയ്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ചാണ്. 1962 വൈദികനായ അദ്ദേഹം 1972 പോൾ ആറമൻ മാർപ്പാപ്പയിൽ നിന്നാണ് മെത്രാനായി അഭിഷിക്തനായത്. പിന്നീട് അദ്ദേഹം റോമില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയുമായി വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് കാർഡിനൽ റാറ്റ്സിംഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വറ്റിക്കാനിലെ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോൾ പൗത്യ പിതാവ് അവിടെ ചെന്നാൽ പിന്നെ ആദ്യം കാണുന്നത് ഈ കാർഡിനൽ റാറ്റ്സിംഗറാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ശ്രീ ആൻഡ്രൂ താഴ്ത്ത പ്രതികരിച്ചതിന് വളരെ നന്ദി. ബെനഡിക്ട് 16 മാർപ്പാപ്പയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പൗത്തിൽ പിതാവ്. അതുപോലെ തന്നെ മറ്റു മതസംഘടനകളുമായും സാമുദായിക പ്രസ്ഥാനങ്ങളുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. വിയോഗത്തില് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഈ സ്ഥാനങ്ങളിൽ വന്ന ആ കാലം മുതൽക്ക് തന്നെ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ടും ശ്രീ മന്നനാഥൻ അടക്കമുള്ള ആളുകളുമായിട്ടും നല്ല ബന്ധം പുലർത്തി പോന്നിരുന്ന ഒരു മഹാനായിരുന്നു. നിലപാടുകളിൽ നിന്നും ഉറച്ച് കർക്കശമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് വളരെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. അവരുടെ വേള.